ഒരു വമ്പൻ ടീസർ, പിന്നെ പതിയെ പതിയെ ഗ്ലിംസും പോസ്റ്ററുകളുമായി അത്യാവശ്യം പ്രൊമോഷണൽ പരിപാടികൾ. ഇത്രയേ വേണ്ടി വന്നിരുന്നുള്ളൂ തഗ് ലൈഫിന്. പ്രതീക്ഷകളെ തകിടം മറിച്ച് ആദ്യ ഷോ മുതൽ മുഴങ്ങിക്കേട്ടത് കട്ട നെഗറ്റീവായിരുന്നു. കമൽഹാസനോടൊത്ത് സഹകരിച്ച് മണിരത്നം തയ്യാറാക്കിയ തിരക്കഥയും കണ്ടുമടുത്ത പ്രമേയവുമായിരുന്നു വലിയ ഡ്രോബാക്കായി പറഞ്ഞു കേട്ടത്. ഏതൊരു സൃഷ്ടാവിനും പറ്റാവുന്ന പിഴവിലേക്ക് നായകൻ എന്ന മുൻകാല ചരിത്രത്തിന്റെ അമിത ഭാരവും കൂടി വന്നു വീണപ്പോൾ ഒരു തലമുറയെ മുഴുവൻ പ്രണയിക്കാൻ പഠിപ്പിച്ച, രാഷ്ട്രീയത്തിനും ഇതിഹാസ കാവ്യങ്ങൾക്കും പുത്തൻ കാലത്തിൽ പുതിയ ഭാവം നൽകിയ ഒരു മാസ്റ്ററെ എഴുതി തള്ളുന്നത് എടുത്തുചാട്ടമാണെന്ന് പറയാതെ വയ്യ. സൂപ്പർ സ്റ്റാറും കംപ്ലീറ്റ് ആക്ടറും ഉലകനായകനും മണിയുടെ ഫ്രെയിമിലേക്ക് താരജാടകൾ ഊരിവെച്ച് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അവിടെ സിനിമ മാത്രമാണ് താരം. 1995 ബോംബെ എന്ന ചിത്രത്തിൽ ഇന്റർകാസ്റ്റ് മാരേജ് വിഷയമാക്കിയതിൽ ചില എക്സ്ട്രീം ഗ്രൂപ്പുകൾ മണിരത്നത്തിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് ഒരു ബോംബെറിഞ്ഞു. അന്ന് പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. 7 കൊല്ലത്തിന് ശേഷം അദ്ദേഹം എടുത്ത ചിത്രമേതെന്നോ? തമിഴ്നാടിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയ, ആരും തൊടാൻ വിറയ്ക്കുന്ന തമിഴ് പുലികളെ പറ്റി ശക്തമായ പ്രതിപാദ്യമുള്ള അണ്ണത്തിൽ മുത്തമിട്ടാൽ. വേറെ എപ്പോഴോ ഒരിക്കൽ തന്റെ കൺമുന്നിൽ കിടന്ന് തെരുവിൽ മറ്റൊരു ബോംബ് പൊട്ടിയ ഓർമ്മ മണിരത്നം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. ആ ബോംബ് പൊട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, സിനിമയിലൊക്കെ ബോംബ് പൊട്ടുമ്പോൾ ഇതിലും അധികം ശബ്ദവും വിഷ്വൽ ബ്യൂട്ടിയും ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ? ഒരു ഫ്ലോപ്പ് ചിത്രത്തോടെ മണിരത്നത്തിന്റെ കഴിവിനെയും സർഗാത്മകതയ്ക്കുമെതിരെ കല്ലെറിയുന്നവർ അന്ന് മുന്നിൽ വന്ന് വീണപ്പോഴും അദ്ദേഹം വളരെ ലാഘവത്തോടെ അവഗണിച്ച ബോംബിനെ കുറിച്ച് കൂടി ചിന്തിക്കുക.